പോയിട്ട് വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പം തീരുമാനിച്ചു വിഷമമുള്ളവരുടെ വിഷമം. എന്തായാലും നമ്മുടെ രേണുവിനെ സ്നേഹിക്കുന്നവർക്ക് എല്ലാവർക്കും ഒരു നല്ല വാർത്തയുണ്ട്. എന്താണ്? രേണുവിൻ്റെ മകൻ കിച്ചു അമ്മേനെ കാണാനായിട്ട് സമ്മതിച്ചിരിക്കുന്നു. അമ്മേനെ കാണാനായിട്ട് അവൻ പോയിട്ട് ബാക്കി കാര്യങ്ങൾ അപ്പോൾ പറയാമെന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ എന്താ ബാക്കി കാര്യങ്ങൾ പറയാനുള്ളത്? അമ്മേനെ കാണുക, അമ്മേനെ കൂടെ നിൽക്കുക, അമ്മയ്ക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ ആശുപത്രിയിലായാലും വീട്ടിലായാലും നീ അമ്മേരെ കൂടെ ഉണ്ടാവണം. അതാണ് നിൻ്റെ അമ്മയ്ക്ക് ഏറ്റവും വലിയ സന്തോഷം. നീ സുധീനെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി മുൻപന്തിയിൽ നിന്ന ആളാണ് കിച്ചു. രേണുവിനെ കണ്ടപ്പോൾ രേണു മതി അമ്മയായിട്ടെന്ന് പറഞ്ഞ ആളാണ് കിച്ചു. അപ്പോൾ അതുകൊണ്ട് അത് ആത്മാർത്ഥയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ രേണുവിൻ്റെ അസുഖം മാറി ആ സുഖമായിട്ട് വരുന്നവരെ നീ ഒപ്പം നിൽക്കണം. അതാണ് ഞങ്ങളെല്ലാവരും ആഗ്രഹം. അപ്പോൾ ഇതിനെക്കുറിച്ച് രേണുവിനും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതുപോലെ തന്നെ എയർപോർട്ടിൽ വന്നപ്പോൾ സ്വർണ്ണക്കടത്താണ് രേണുവിൻ്റെ ജോലി എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആൾക്കാർ വീഡിയോ ഇട്ടു. ആ സ്വർണ്ണക്കടത്ത് എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടപ്പോൾ എന്തുണ്ടായി? കസ്റ്റംസ് നമ്മുടെ രേണുവിനെ പിടിച്ചു. അപ്പോൾ ഒരു മാസത്തിൽ 3 പ്രാവശ്യം 4 പ്രാവശ്യം ഗൾഫിൽ പോയിട്ട് വരുന്നുണ്ട്. എന്താണ് എന്നുള്ളൊരു സംശയം അവർക്കും വന്നു. അപ്പോൾ ആ പിടിച്ച കാര്യങ്ങളെല്ലാം രേണു കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് സങ്കടത്തോടുകൂടി കേൾക്കാം. അതും ക്യാൻസർ രോഗി ആയിരിക്കുന്ന സമയത്താണ് ഈ ചെക്കിങ്ങും സ്കാനിങ്ങും ഉണ്ടാവാൻ പോയത്. അത് നമുക്ക് കേൾക്കാം. പോയിട്ട് വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പം തീരുമാനിച്ചു വിഷമമുള്ളവരുടെ വിഷമമൊക്കെ അങ്ങ് തീരട്ടെ. പോയിട്ട് വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പം എന്തായാലും പോവാൻ തീരുമാനിച്ചു വിഷമമുള്ളവരുടെ വിഷമമൊക്കെ അങ്ങ് തീരട്ടെ. പോയിട്ട് വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ഇത്രയും അസുഖമായിട്ട് ക്ഷീണമായിട്ട് വന്നിട്ട് പോലും അവരറിഞ്ഞില്ല, അവർക്ക് അറിയില്ലായിരുന്നു അസുഖമാണ്. അവരുടെ ജോലി അവർ ചെയ്തു. ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല. ഉദ്യോഗസ്ഥരാണ്. ഒരു പ്രാവശ്യമല്ല, ഫുൾ ചെക്കപ്പ്, ഫുൾ ബോഡി നമ്മൾ ചെക്ക് ചെയ്തില്ല. അവർ എൻ്റെ സംഭവത്തോടു കൂടിയാണ് കേട്ടോ. ഒരിക്കലും ഞാനവരെ കുറ്റപ്പെടുത്തുന്നില്ല. ചെക്ക് ചെയ്തു, ഒന്നും കണ്ടില്ല. ബാഗ് പരിശോധിച്ചു. ബാഗ് ഇതെല്ലാം ഡ്രസ്സുകളും കാര്യങ്ങളെല്ലാം മാറ്റിയിട്ട് പരിശോധിച്ചു. കസ്റ്റംസ് എങ്ങനെയാണ് പരിശോധിക്കുന്നത് നിങ്ങൾക്ക് അറിയാലോ. ഒരു ഉദ്യോഗസ്ഥരല്ല, ഒരുപാട് പരിശോധിച്ചു. ഒന്നും കിട്ടിയില്ല. എല്ലാം അരിച്ചു പെറുക്കി, ഒന്നും കിട്ടിയില്ല. ലാസ്റ്റ് എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ. ഇത്രയും അസുഖമായിട്ട് ക്ഷീണമായിട്ട് വന്നിട്ട് പോലും അവരറിഞ്ഞില്ല, അവർക്ക് അറിയില്ലായിരുന്നു അസുഖമാണ്. അവരുടെ ജോലി അവർ ചെയ്തു. ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല. ഉദ്യോഗസ്ഥരാണ്. ഒരു പ്രാവശ്യമല്ല, ഫുൾ ചെക്കപ്പ്, ഫുൾ ബോഡി നമ്മൾ ചെക്ക് ചെയ്തില്ല. അതിനെ ഓർത്ത് ഞാൻ ഓരോ നിമിഷവും ദുഃഖിക്കുവാണ്. ഞാൻ നിങ്ങൾക്കറിയാലോ, നിങ്ങളോട് എന്ത് പറഞ്ഞാലാണ് എനിക്കറിയില്ല. ഞാൻ എന്ത് ദ്രോഹം ചെയ്തിട്ടാണെന്ന് അറിയത്തില്ല. ഞാനൊരു 11 വയസ്സ് തൊട്ട് നോക്കിയ ഒരു കുട്ടിയുണ്ട്. അവൻ ഇതുവരെ തിരിഞ്ഞു കയറിയിട്ടില്ല. എൻ്റെ ഈ ചാനലിൽ കൂടെ ഞാനിത് പറഞ്ഞാൽ ഇത് വലിയ വിവാദമാകുമെന്ന് എനിക്കറിയാം. പക്ഷെ വിവാദമാക്കാൻ പറഞ്ഞല്ല. അവനോട് എനിക്ക് കുഴപ്പമില്ല, ക്ഷമിക്കുക. ആരും അത് വിവാദമാക്കരുത്. എനിക്ക് എൻ്റെ ഋതപ്പൻ എന്നെ അന്വേഷിക്കുന്നുണ്ട്. എനിക്ക് പറയാൻ അവരോട് ഞങ്ങൾ മാറി നിൽക്കാൻ പറയത്തില്ല. കാരണം ഈ ഒരു ക്യാൻസർ വാർഡിൽ ഞങ്ങൾ അവരെ ഒന്നും വേറെ ജസ്റ്റ് എങ്കിലും ഒന്ന് മാറി നിൽക്കാൻ പറയത്തില്ല. വഴക്കല്ല, മാറി നിൽക്ക്, 2 പേര് നിൽക്കുക, ഞങ്ങൾ പറയത്തില്ല. കാരണം അതാണ് ക്യാൻസർ രോഗം. ക്യാൻസർ വാർഡിൽ ചെന്നാൽ മാത്രമേ അത് അറിയത്തില്ല. ഇന്നലെ ഞാൻ അത് അനുഭവിച്ചു. ഞാൻ ഇന്നലെ ക്യാൻസർ വാർഡിൽ ചെന്നു. നിങ്ങൾ ഈ കുറ്റം പറയുന്നവർ എന്ത് കണ്ടിട്ടാണ് കുറ്റം പറയുന്നതെന്ന് എനിക്കറിയില്ല. ഒരു നിമിഷം മതി നമുക്ക് രോഗം വരാം. പക്ഷെ ദൈവത്തെ ഓർത്ത് ആർക്കും ഈ രോഗം വരുത്തരുതെന്ന് മാത്രമേ ഉള്ള പ്രാർത്ഥന. എൻ്റെ ശത്രുക്കൾക്ക് പോലും, പിതാവേ, എൻ്റെ ശത്രുക്കൾക്ക് പോലും ഈ രോഗം വരുത്തരുതേ എന്ന് മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ. ഞാൻ ഇവിടുന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്നെ ഞാനാക്കിയ ദൈവത്തെ എവിടെ ചെന്ന്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കേട്ടില്ലേ? അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതൊന്നും ഈ രോഗങ്ങളൊന്നും വരാത്ത ആൾക്കാർക്ക്, ക്യാൻസറുടെ ബുദ്ധിമുട്ടുകളൊന്നും അനുഭവിക്കാത്ത ഒരാൾക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലായില്ല. ഈ ക്യാൻസർ വാർഡിൽ നിൽക്കലും ക്യാൻസറിനെ ഉപരോധിച്ച് അതിനെ ചേർത്ത് തോൽപ്പിക്കുന്ന അവർക്ക് മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. പോരാത്തതിന് ആരോഗ്യം കുറഞ്ഞ ആൾക്കാർക്ക് ഈ കീമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ മുടി കൊഴിഞ്ഞു പോകും. 1 ആഴ്ച 2 ആഴ്ച അവർക്ക് ഛർദി ഉണ്ടാവും. അതുപോലെ തന്നെ അവർക്ക് ഇതിൻ്റെ കൗണ്ട് കുറയും. അതുപോലെ തന്നെ വയറ്റിൽ ദഹനം നടക്കില്ല, രാത്രി ഉറക്കം ഉണ്ടാവില്ല, എപ്പോഴും ഛർദിയാവും. ഇതൊക്കെ ഈ കീമോ കഴിഞ്ഞ് ആ രോഗി 2 ആഴ്ച അനുഭവിക്കേണ്ട വിഷമങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ആ സമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ദഹനം ഉണ്ടാവില്ല, ഉറക്കം ഉണ്ടാവില്ല, അങ്ങനെ ഒരുള്ള കാര്യം പോലും ഭക്ഷണം ചെല്ലില്ലോ, വിശപ്പുണ്ടാവില്ല. ഈ മരുന്നുകളൊക്കെ കഴിച്ച് ചെന്നിട്ട് പിന്നെ 2ാമത്തെ കീമോയ്ക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ശരീരത്തിനെ 2ാമത്തെ കീമോ ചെയ്യാനായിട്ട് ഒരുക്കിയെടുക്കണം. അങ്ങനെ ഒരുക്കിയെടുക്കാനുള്ള ആരോഗ്യം രേണുവിനില്ല.
ഭക്ഷണം കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഒക്കെ തന്നെയാണ് നമ്മൾ പ്രേക്ഷകർ ഒരുപാട് ഇതിനെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നത്. ഒരുപാട് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാൻ പറഞ്ഞതിൻ്റെ കാരണം അതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബലം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളും പറയണത് എന്താ, നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. നിങ്ങളാർക്കും സഹായിക്കാൻ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. സഹായമല്ല വലുത്, സഹായത്തിനേക്കാളും വലുത് പ്രാർത്ഥനയാണ്. 1,00,000 ആൾക്കാർ പ്രാർത്ഥിച്ചാൽ അതിനുള്ള ഗുണം കിട്ടും. മമ്മൂട്ടിക്ക് എന്തുണ്ടായി, ഒരു 10 കോടി ജനങ്ങൾ മമ്മൂട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മമ്മൂട്ടി ഇപ്പോൾ ചെറുപ്പക്കാരനായിട്ട് നടക്കേണ്ടില്ലേ? അതാണ് സ്ഥിതി. അപ്പോൾ പ്രാർത്ഥന കൊണ്ട് നമുക്ക് പലതും നേടാൻ കഴിയും, പല രോഗങ്ങളും മാറ്റി നിൽക്കാം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കാമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഒരാളൊരു പൈസ കൊടുക്കാനോ അല്ലെങ്കിൽ സഹായിക്കാനോ ഒന്നും പറയുന്നില്ല. അപ്പോൾ വേണുവിനെ കുറിച്ച് നമുക്ക് ഇത്രേ പറയാനുള്ളൂ. അടുത്ത വല്ല അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക്